സിനിമ ഒന്നും പറയില്ല, സൂപ്പർ. മമ്മൂട്ടിക്ക് വയസ്സായിട്ടില്ല. കാര്യം പറയാൻ സൂപ്പർ പടം. ഇപ്പം നമ്മൾ തമിഴ് പടമൊക്കെ പറയുമ്പോൾ പറയും ലോജിക്ക് വേണ്ട, ലോജിക്കില്ല. ഇവിടെ തമിഴ് പടങ്ങൾ പൊളിച്ചു കൊണ്ടുപോകും. അതിനെന്ത് ലോജിക്കാണ് ഉള്ളത്? സൂപ്പർ പടം. ഇത് ആക്ഷൻ പടമൊക്കെ ഇങ്ങനെ വേണം. നല്ല പടമായിരുന്നു. ഈ ഒരു ഏജിൽ നല്ലൊരു പെർഫോമൻസ് ആയിരുന്നു. ഫൈറ്റ് ഈ ഒരു ഏജിൽ നല്ലൊരു എഫേർട്ട് മനുഷ്യൻ എടുത്തിട്ടുണ്ട്. സൂപ്പർ, നല്ല മാസ് പടം. മമ്മൂട്ടീൻ്റെ ഫൈറ്റ് സൂപ്പർ, അടിപൊളി. ഞെട്ടി. മമ്മൂട്ടി നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ പുള്ളിയുടെ ലാസ്റ്റ് കുറേ സിനിമ വെച്ച് കമ്പയർ ചെയ്യണ്ട. ഇറങ്ങിയപ്പോൾ ലാസ്റ്റ് ഇറങ്ങിയ എക്സ്പെരിമെന്റൽ മൂവീസ് ആയിരുന്നല്ലോ. ഇപ്പൊ നൻപകൽ നേരത്തെ മയക്കമാണെങ്കിലും അപ്പൊ ഇങ്ങനെ ഒരു മാസ് മസാല പടത്തിനായിട്ട് വെയിറ്റിംഗ് ആയിരുന്നു മമ്മൂട്ടിയുടെ. അങ്ങനെയല്ല, പക്ഷെ ഒരു കുറേ നാൾ അങ്ങനെ എക്സ്പെരിമെന്റ് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു മാസം ഓഡിയൻസ് എക്സ്പെക്ട് ചെയ്യുമല്ലോ. മമ്മൂട്ടിയുടെ ഒരു എനർജി സൂപ്പർ പ്രായത്തിൽ നല്ല അടിപൊളിയായിരുന്നു. ഒരു എൻ്റർടൈനറാണ് ഈ പടം. ഒരു മാസം ആ രീതിയിൽ മാത്രം കാണുക. യശ്വന്ത് കോക്കും ആൾക്കാരുടെ ഈ റിവ്യൂസ് ഒന്നും ഞങ്ങൾ അംഗീകരിക്കുന്നില്ല. അപ്പം ആ ഒരു ഇതിൽ ട്രീറ്റ് ആയിരുന്നു, നല്ലതായിരുന്നു. ഫൈറ്റൊക്കെ ക്ലൈമാക്സ് അടിപൊളിയാണ്, ഒരു രക്ഷയില്ല. അതാണ് ആ പ്രായത്തിലുള്ള എനർജി. വണ്ടർഫുൾ. വില്ലൻ എങ്ങനെയുണ്ട്? കന്നഡത്തിൽ നിന്ന് വന്നൊരു ആക്ടറാണ്. നോട്ട് ഓക്കെ ആണെന്നേ പറയുള്ളൂ. മമ്മൂട്ടി വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് ഹീറോയിസം വേറെ ലെവലാണ്. അടിപൊളിയാണ്. സോ ഗുഡ്. കോമഡി ആയാലും പുള്ളിക്കാരിക്ക് കൊടുത്ത ക്യാരക്ടർ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. നായിക ജസ്റ്റിസ്. പിന്നെ ആ ഒരു ടിക്കറ്റ് സ്റ്റീരിയോ ടൈപ്പ് ബ്രേക്ക് ചെയ്തിട്ട് പുള്ളിക്കാരിയുടെ ഇത് നല്ല രസമുണ്ട്, നല്ലതായിരുന്നു, എനിക്കിഷ്ടമായി. അടിപ്പടമാണ്, ബട്ട് അത് ജസ്റ്റിസ് ആണ്, ജസ്റ്റ് ചെയ്തിട്ടുണ്ട് പടം നന്നായിട്ട്. അടിപൊളി, സൂപ്പർ. ഇഷ്ടപ്പെട്ടത് ഇത്രയും വയസ്സുള്ള ആള് തെളിലോടല്ലേ സ്റ്റണ്ട് ചെയ്യുന്നത്, അത് കാണാനൊരു ആ ഒരു എനർജി അത് വളരെ ഇഷ്ടപ്പെട്ടു. ബിന്ദു പണിക്കരായിട്ടുള്ള ഒരു ഇതൊക്കെ എങ്ങനെയുണ്ട്? അമ്മ മകൻ സൂപ്പറായിരുന്നു, നല്ല ബന്ധം. ചിരിക്കാനൊക്കെ ഉണ്ടായിരുന്നു. എങ്ങനെയുണ്ട്? അടിപൊളി വില്ലൻ. ഇഷ്ടപ്പെട്ടു, നല്ല എൻജോയ്മെന്റ് ആയിരുന്നു. ഫൈറ്റൊക്കെ എങ്ങനെയുണ്ട്? സൂപ്പറായി. എനർജി എങ്ങനെയുണ്ട്? അതെ, കൊള്ളാം, നല്ല അടിപൊളിയായിരുന്നു. പറയില്ല. നല്ല സിനിമ. ഫൈറ്റൊക്കെ എങ്ങനെയുണ്ട്? സൂപ്പറായിരുന്നു. നമ്മുടെ ഒരു പ്രസൻസ് എങ്ങനെയുണ്ട്? ഒരു എനർജി ഒരു പ്രായത്തില് അടിപൊളിയായിട്ടുണ്ട്. വില്ലൻ എങ്ങനെയുണ്ട്? വില്ലനും കുഴപ്പമില്ല, സൂപ്പറായിട്ടുണ്ട്. ബിന്ദു പണിക്കർ എങ്ങനെയുണ്ട്? അമ്മയും മകനുമായിട്ടുള്ള ആ ഒരു അത്യാവശ്യം തമാശയും കാര്യമൊക്കെ ഉണ്ടായിരുന്നു. എന്താ ഇഷ്ടപ്പെട്ട പടത്തില്? ഫൈറ്റൊക്കെ എങ്ങനെയുണ്ട്? മമ്മൂക്കിയുടെ ചാടിപ്പറന്നുള്ള അടിയൊക്കെ എങ്ങനെയുണ്ട്? സൂപ്പറായിട്ടുണ്ട്. എങ്ങനെയുണ്ട് മമ്മൂക്കിയുടെ ഒരു എനർജി എങ്ങനെയുണ്ട് ഈ ഒരു പ്രായത്തിൽ? ഫൈറ്റൊക്കെ എങ്ങനെയുണ്ട് മമ്മൂക്കിയുടെ? നല്ല ഫൈറ്റ്. ഈ ഒരു പ്രായത്തിൽ ഒരു എനർജി എങ്ങനെയുണ്ട് പുള്ളിയുടെ? നല്ല എനർജിയിൽ ഫൈറ്റ് ചെയ്യുന്നുണ്ട്. വില്ലൻ എങ്ങനെയുണ്ട്? രാജ്ബി ഷെട്ടി കൊള്ളാം. വില്ലന്റെ കൂടെയുള്ള അസിസ്റ്റന്റ് വില്ലനും കൊള്ളാം, അടിപൊളിയായിരുന്നു. ബിന്ദു പണിക്കർ ചേച്ചി എങ്ങനെയുണ്ട്? അമ്മയായിട്ട് കൊള്ളാം, കുഴപ്പമില്ല, നല്ല അഭിനയമാണോ? മൊത്തത്തിൽ ടർബോ നല്ല പടം. അതെ. രാജ്ബി ഷെട്ടി അദ്ദേഹത്തിന്റെ നല്ലൊരു മലയാളത്തിൽ നല്ലൊരു എൻട്രി ആയിരുന്നു. ഇത് പറ്റിയിട്ടുണ്ട്. അടിപൊളി. വില്ലൻ നമ്മൾ ആദ്യം വിചാരിക്കും ഇതെന്ത് വില്ലനാണ്, പക്ഷേങ്കിൽ സൂപ്പർ. ആദ്യം ഒരു ഇത് തോന്നിയിരുന്നു, ഇത്ര ചെറുപ്പത്തിൽ ഇങ്ങനെ പ്രായത്തിന്റെ ഡിഫറൻസ്. പക്ഷേങ്കിൽ പിന്നെ ചെറിയ കുഴപ്പമില്ല, എല്ലാം അടിപൊളി. സൂപ്പർ പടം. നല്ല ബിജിഎം പടമൊക്കെ അടിപൊളിയാണ്. ക്രിസ്ത്യൻ സേവിയറിൻ്റെ അല്ലേ, അടിപൊളി ബിജിഎമാണ്. സൂപ്പർ പടം. പിന്നെ ആക്ഷൻ പടം, ആക്ഷൻ പാക്ക്. അത് ആ രീതിയിൽ മാത്രം കാണും ഈ പടത്തിന്. ഞങ്ങൾ അംഗീകരിക്കുന്നു. നമ്മൾ ബാക്കിയുള്ള ക്യാമ്പയിനിങ് ഒന്നുമല്ല. സൂപ്പർ പടം. കൊള്ളാം, കുഴപ്പമില്ല.